ഏവർക്കും നമസ്കാരം. ഫെബ്രുവരി 1 തീയതി ശനിയാഴ്ച മുതൽ 28 തീയതി വരെയും നീളുന്ന ഫെബ്രുവരി മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഫെബ്രുവരി മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യൻ ഫെബ്രുവരി 12 തീയതി വരെയും മകരത്തിൽ സഞ്ചരിക്കുന്നു. ഫെബ്രുവരി 13 തീയതി മുതൽ സൂര്യൻ കുംഭരാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ മിഥുനത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ നിലവിൽ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു. ഫെബ്രുവരി 11 തീയതി കുംഭം രാശിയിൽ പ്രവേശിക്കുന്ന ബുധൻ തുടർന്ന് മാസം അവസാനം, അതായത് 26 തീയതി വരെയും കുംഭത്തിൽ തുടരുന്നു. തുടർന്ന് മീനത്തിൽ പ്രവേശിക്കുന്നു. വ്യാഴം ഇടവരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു. ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ ബലവാനായി സഞ്ചരിക്കുന്നു. ശനി കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ യഥാക്രമം മീനം, കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ആധാരമാക്കി 12 രാശികളുടെയും അതിൽ ഉൾപ്പെടുന്ന 27 നക്ഷത്രജാതരുടെയും ഫെബ്രുവരി മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ശുഭകരനായി ഭവിക്കുന്നു. കർമ്മഭാവമായ 10ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗം, ഔദ്യോഗിക രംഗം എന്നീ മേഖലകളിൽ ഏറ്റവും നേട്ടങ്ങൾ, പുരോഗതി, അംഗീകാരം എന്നിവയെ സൂര്യൻ നൽകും. 11ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം. മാത്രമല്ല സൂര്യൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗശമനം, രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം, ഐശ്വര്യം എന്നിവയും ഗുണഫലങ്ങൾ ആകുന്നു. മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ 3ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. 3ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. 3ാം ഭാവം എന്നത് പരാക്രമം, ക്രിയാത്മകത, ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. അതിനാൽ നല്ല മനോബലം, ഊർജം, ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും. ധനലാഭം, ദ്രവ്യലാഭം, ശത്രുനാശം എന്നിവയും ചൊവ്വ 3ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആകുന്നു. ശാരീരികമായ ആരോഗ്യം, മനസ്സുഖം, കുടുംബസൗഖ്യം എന്നിവയും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകും. ബുധൻ ഈ കൂറുകാരുടെ 10, 11 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ബുധൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു. 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെയാണ് ഇവർക്ക് നൽകുക. 10ാം ഭാവം എന്നത് കർമ്മഭാവം, ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി, അഭിവൃദ്ധി, മേലധികാരികളുടെ പ്രശംസ, അംഗീകാരം, സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം, പൊതുവെ മനസ്സുഖം എന്നിവയെല്ലാം ഉണ്ടാകും. തുടർന്ന് ഫെബ്രുവരി 11 മുതൽ സർവാഭീഷ്ടസ്ഥാനം എന്നറിയപ്പെടുന്ന 11ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തനുണർവ്, ഓജസ് എന്നിവ ഉണ്ടാകും. ഇവർ തുടങ്ങിവെക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യും. കൂടാതെ ഈ സമയത്ത് ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത, കുടുംബസൗഖ്യം, ക്ഷേമം, വിദ്യാപുരോഗതി, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ഐക്യം, സന്താനഗുണം എന്നിവയെ എല്ലാം നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് ഉച്ചനായി സഞ്ചരിക്കുക. 12ാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം, ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ്. പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ദോഷകരമാണ് എങ്കിലും ശുക്രൻ ഈ ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെ നൽകും. ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ നന്നേ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്ത് ജോലി, വിദേശത്തു നിന്നുള്ള വരുമാനം, കാര്യവിജയം എന്നിവയെല്ലാം ഉണ്ടാകും. ഈ കൂറുകാർക്ക് ശനി സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനാൽ ശനി ഇവർക്ക് നിലവിൽ പ്രീതനും അനുകൂലനുമായ നിലയിൽ സഞ്ചരിക്കുന്നു. 11ാം ഭാവം വരവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുകയാൽ ഇവിടെ ശനി നിലകൊള്ളുമ്പോൾ അത് സാമ്പത്തിക ഭദ്രത, ധനലാഭം, നേട്ടങ്ങൾ, സുരക്ഷ എന്നിവയെ എല്ലാം നൽകും.
അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മാസമാകും ഇത് എന്ന് തെളിയുന്നു. രണ്ടാമതായി ഇടവക്കൂർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9 സഞ്ചരിക്കുന്ന സൂര്യൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകും. കാരണം 9 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഒരു മറവ്, അതുമൂലം കാര്യതടസ്സങ്ങൾ, കർമ്മവിഘ്നങ്ങൾ, പരാജയം, അലച്ചിലുകൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യൻ ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും. 10ാം ഭാവം കർമ്മത്തെ കുറിക്കുന്നു എന്നതിനാൽ കർമ്മരംഗം, ഔദ്യോഗിക രംഗം എന്നിവ പുഷ്ടിപ്പെടും. കർമ്മരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുക, തൽഫലമായി മേലധികാരികളുടെ പ്രീതി, അംഗീകാരം, പ്രശംസ എന്നിവയെല്ലാം കൈവരും. ബിസിനസ് രംഗത്തും പുരോഗതിയും ലാഭവും വർദ്ധിക്കുന്നതാണ്. ഈ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. ശുക്രൻ 11ൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ 11ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാറുണ്ട്. ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നെല്ലാം ധനാഗമം ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ്. കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്നും തീർച്ചയാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാണ് ഇത്. പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും. ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി, അംഗീകാരം എന്നിവ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകും. ശാരീരികമായും മാനസികമായും ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എന്നിവയും ഉണ്ടാകും. 6ാം ഭാവാധിപത്യവും ശുക്രൻ വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഈ കൂറുകാരുടെ ശത്രുക്കൾ നിഷ്പ്രഭർ ആകും. കടങ്ങൾ, ശത്രുശല്യം, രോഗങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ ഒന്നും തന്നെ ഇവർക്ക് വെല്ലുവിളികൾ ആകില്ല. ചൊവ്വ ഈ കൂറുകാരുടെ ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന 2ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2ാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവം ആകയാൽ 2ലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, വഞ്ചനയിലൂടെ ധനനഷ്ടം എന്നിവയ്ക്കും അലച്ചിലുകൾ, കാലതാമസം, കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. കൂടാതെ ഈ സമയത്ത് കുടുംബത്തിൽ സുഖം, മനസ്സമാധാനം എന്നിവ കുറഞ്ഞിരിക്കുവാനും സാധ്യത ഏറെയാണ്. എന്നാൽ ശുക്രൻ ധനഭാവമായ 11ാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നതിനാൽ ചൊവ്വയുടെ ദോഷം ഇവരെ ബാധിക്കുകയില്ല എന്ന് അറിയുക. ബുധൻ ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. ഭാഗ്യഭാവമായ 9ലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ഈശ്വരകടാക്ഷം, ഭാഗ്യം എന്നിവ മറഞ്ഞു നിൽക്കാം. തൽഫലമായി ഇവർക്ക് കാര്യവിഘ്നം, കാര്യപരാജയം, അമിതമായ അധ്വാനം എന്നിവയെല്ലാം വന്നു ഭവിക്കുകയും ചെയ്യും. കഠിനമായ അധ്വാനം ചെയ്താലും ഫലം നാമമാത്രം ആകും. എന്നാൽ 11ാം തീയതിയോടുകൂടി ബുധൻ ഈ കൂറുകാരുടെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകുവാൻ തുടങ്ങുകയും ചെയ്യും. കർമ്മപുഷ്ടി, ഔദ്യോഗിക രംഗത്ത് പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം ഉണ്ടാകും. ബിസിനസ്സിലും ഈ സമയം പുരോഗതിയും ലാഭവും വർദ്ധിക്കും. ശത്രുക്കളെയും പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടെ നേരിട്ട് പരാജയപ്പെടുത്തുകയും ചെയ്യും. വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നു. അനിഷ്ടഭാവമായ ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പൊതുവെ ശാരീരിക, മാനസിക ക്ലേശങ്ങളെയും വൈഷമ്യങ്ങളെയും നൽകാം. ശനി ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 10ലാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവം എന്നത് കർമ്മരംഗം, ഔദ്യോഗിക മേഖല എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശനി കർമ്മമേഖലയിൽ അസ്വാരസ്യങ്ങൾ, പ്രതിസന്ധികൾ, മനസ്സിന് സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ ശനി 2 മാസങ്ങൾക്കകം രാശി മാറുകയും തുടർന്ന് ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലനായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ശനി നൽകിയിരുന്ന ദുരിതങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ചൊവ്വ, വ്യാഴം, ശനി എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷഫലങ്ങളെ നൽകുന്നു. എന്നാൽ രാശാധിപനായ ശുക്രൻ അതീവ ഗുണദാതാവായി ഇഷ്ടഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു. കൂടാതെ സൂര്യൻ, ബുധൻ എന്നിവർ മാസത്തിൻ്റെ 2ാം പകുതി ഏറ്റവും ശുഭകരമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ 2ാം പകുതി ഈ കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം 2ാം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക.
ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം പ്രതികൂലനായി ഭവിക്കുന്നു. സൂര്യൻ 8-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ചെലവുകൾ, ദുരിതം, അലച്ചിൽ എന്നിവയെ ഉണ്ടാക്കുന്നു. തുടർന്ന് സൂര്യൻ 9-ലേക്ക് 13-ാം തീയതി പ്രവേശിക്കുമ്പോൾ ഇവർക്ക് ഒരു ആശ്വാസം കിട്ടുന്നു. 9-ാം ഭാവവും സൂര്യൻ്റെ അനിഷ്ടഭാവമാണ് എങ്കിലും 8-ലെ സൂര്യൻ നൽകുന്ന ദോഷങ്ങളുടെ കാഠിന്യം 9-ലെ സൂര്യൻ നൽകാറില്ല എന്ന് അറിയുക. ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ഭാഗ്യഭാവത്തിന് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. അതായത് നിർഭാഗ്യം, കാര്യവിഘ്നം, പരാജയം എന്നിവയിലേക്ക് സൂര്യൻ നയിക്കാം. ഈ കൂറുകാരുടെ രാശിയാധിപനായ ബുധനും ഈ മാസം 8, 9 എന്നീ ഭാവങ്ങളിലൂടെയാകും സഞ്ചരിക്കുക. ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സൗഖ്യം, മാനസികമായ സംതൃപ്തി, രോഗമുക്തി, ആരോഗ്യം, കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. എന്നാൽ 11-ാം തീയതി മുതൽ ബുധൻ മകരരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ 8-ൽ നിന്നും 9-ലേക്ക് ബുധൻ പ്രവേശിക്കുന്നു. ഭാഗ്യഭാവം ആയ 9-ലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഹാനിയും തൽഫലമായി കർമ്മവിഘ്നം, കാലതാമസം, പരാജയം എന്നിവയും വന്ന് ഭവിക്കാം. സാമ്പത്തികമായ പ്രതിസന്ധികൾ, മനസ്സംഘർഷത്തിലേക്ക് വഴി തെളിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. ശാരീരികമായ സൗഖ്യം, മാനസികമായ സന്തോഷം, ആരോഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് 1-ാം ഭാവം അഥവാ ജന്മം. ഒരു വ്യക്തിയുടെ ഓജസ്സും തേജസ്സും എല്ലാം ചിന്തിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ്. ചൊവ്വ ഈ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, മാനസികമായ അസ്വാരസ്യങ്ങൾ, രോഗാരിഷ്ടതകൾ, കാര്യതടസ്സം എന്നിവയെ എല്ലാം നൽകാം. കൂടാതെ ഈ സമയത്ത് ശത്രുക്കളും വർദ്ധിക്കാം. തൽഫലമായി അവരുടെ ഉപജാപങ്ങളും അപവാദങ്ങളും മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം. വ്യാഴം ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12 എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആണ്. 12-ൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ധനച്ചെലവുകളെ ഉണ്ടാക്കാം. കൂടാതെ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, ദുരിതങ്ങൾ, തടസ്സങ്ങൾ എന്നിവയെയും വ്യാഴം സൃഷ്ടിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുന്നത് പൊതുവെ തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ, മനക്ലേശങ്ങൾ, അധികാരികളുടെ വിരോധം, സഹപ്രവർത്തകരുടെ ശത്രുത, വിരോധം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ശുക്രൻ ഉച്ചനായി മാറുന്നു എന്നതിനാൽ ദോഷങ്ങൾ മാറുന്നു എന്ന് മാത്രമല്ല അത് ഗുണപരമായി മാറുകയും ചെയ്യുന്നു. 10-ൽ ഉച്ചനാകുന്ന ശുക്രൻ കർമ്മപുഷ്ടി, സ്ഥാനലബ്ധി, പ്രമോഷൻ, അംഗീകാരം എന്നിവയെ നൽകുന്നു. പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമതയോടുകൂടി തീർക്കുമ്പോൾ അത് മേലധികാരികളുടെ പ്രീതിക്കും ഇടയാക്കുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 12-ാം ഭാവാധിപത്യം വഹിക്കുന്നതിനാൽ വിദേശത്ത് തൊഴിലവസരങ്ങൾ, വിദേശത്തു നിന്നുള്ള വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യതകൾ ഏറെയാകുന്നു. ഈ കൂറുകാരുടെ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഫലങ്ങളെ നൽകുന്നതാണ്. പിതൃപ്രീതിയും ഈശ്വരപ്രീതിയും ധർമ്മചിന്തകളും പുലർത്തുമ്പോൾ ശനി ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശാസ്താപ്രീതിയും ശനിപ്രീതിയും മുടങ്ങാതെ നടത്തേണ്ടതാണ്. അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ, ചൊവ്വ, വ്യാഴം എന്നിവ അനിഷ്ടരായി സഞ്ചരിക്കുന്നതിനാൽ ദോഷപ്രദരായി ഭവിക്കുന്നു. എന്നാൽ ശുക്രനും ശനിയും അനുകൂലമായ ഫലങ്ങളെയും നൽകുന്നു. സൂര്യൻ 8-ലൂടെ സഞ്ചരിക്കുന്ന ദോഷങ്ങളെ ബുധൻ 8-ൽ സഞ്ചരിച്ചുകൊണ്ട് പ്രതിരോധിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയെ അപേക്ഷിച്ച് 2-ാം പകുതി കർമ്മവിഘ്നങ്ങൾ, തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. 4-മതായി കർക്കിടകക്കൂർ. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ഈ മാസം നൽകുന്നതാണ്. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു. പ്രണയം, വിവാഹം, ദാമ്പത്യ ജീവിതം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ 7-ാം ഭാവം കൊണ്ടാണ്. സൂര്യൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ, കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ യാത്രാക്ലേശങ്ങളും രോഗദുരിതങ്ങളും ഈ സമയത്ത് വന്നു ഭവിക്കാം. 7-ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ സൂര്യൻ ഈ പ്രതികൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ പ്രതികൂലമായ ഫലങ്ങൾ, ധനനഷ്ടം, പാർട്ട്ണറുമായി അഭിപ്രായ വ്യത്യാസം എന്നിവയെ ഉണ്ടാക്കാം. തുടർന്ന് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ാം ഭാവം ആരോഗ്യം, ശാരീരിക സൗഖ്യം എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു. എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ചെലവുകൾ, ദുരിതം, അലച്ചിൽ എന്നിവയെയും ഉണ്ടാക്കുന്നു. ഈ കൂറുകാരുടെ
12-ാം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക. 12-ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ദുരിതങ്ങൾ, അലച്ചിലുകൾ, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും 12-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്ന് ഭവിക്കാം. ധനനഷ്ടം, അപ്രതീക്ഷിതമായ ചെലവുകൾ, രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം ഉണ്ടാകാവുന്നതാണ്. കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാവാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ, ധനച്ചിലവുകൾ എന്നിവയും വന്നു ഭവിക്കാം. അതിനാൽ ധനവിനിയോഗത്തിൽ ഏറെ ശ്രദ്ധ പാലിക്കുക. അതുപോലെ ആരോഗ്യകാര്യങ്ങൾ, ഭക്ഷണം എന്നിവയിലും നല്ല ശ്രദ്ധ, ശുചിത്വം എന്നിവ പുലർത്തുക. ബുധൻ ഈ കൂറുകാരുടെ 7, 8 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ അനിഷ്ടഫലങ്ങളും 8-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ബുധൻ അനുകൂലമായ ഫലങ്ങളെയും നൽകുന്നു. കളത്രഭാവമായ 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ദമ്പതികൾ തമ്മിൽ ചില സ്വാരസ്യങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ടെൻഷൻ എന്നിവയെ നൽകാം. ശത്രുക്കളും ഈ സമയത്ത് അധികരിക്കാം. എന്നാൽ ഫെബ്രുവരി 11-ാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെയധികം ഗുണങ്ങളെ നൽകുന്നതുമാണ്. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ, കലഹങ്ങൾ എന്നിവയെല്ലാം ഒഴിയുന്നു. കൂടാതെ ശാരീരികവും മാനസികവുമായ സൗഖ്യം തിരികെ ലഭിക്കുന്നു. ഔദ്യോഗിക മേഖലയിലും കർമ്മമേഖലയിലും കുടുംബത്തും എല്ലാം മനസ്സമാധാനം കൈവരുകയും ചെയ്യുന്നു. വ്യാഴം ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന സർവാഭീഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അത് ഈശ്വരകടാക്ഷം, ധനാഭിവൃദ്ധി, സമ്പൽ സമൃദ്ധി, ഭൂമിലാഭം, ബിസിനസ്സിൽ ഏറെ പുരോഗതി, ഔദ്യോഗിക രംഗത്ത് പ്രശസ്തി, അംഗീകാരം, കുടുംബരംഗത്ത് ഏറെ സൗഖ്യം, അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകുന്നു. തൽഫലമായി ശത്രുവിജയം, കാര്യവിജയം, ലക്ഷ്യപ്രാപ്തി, അടങ്ങാത്ത പോരാട്ടവീര്യം, അചഞ്ചല മനസ്സ് എന്നിവയും ഇക്കാലത്ത് ഇവർക്ക് ഉണ്ടാകുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും 9-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഈ ഭാഗ്യഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയെ 9-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി ഭവിക്കാറുണ്ട്. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയും ശുക്രൻ 9-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്ന് ചേരാറുണ്ട്. ധർമ്മചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. ശനി ഇവർക്ക് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കണം. ശനി 2 മാസങ്ങൾക്കുള്ളിൽ രാശി മാറുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ശനി ദുരിതങ്ങളിൽ നിന്നും ഏറെ ആശ്വാസം കണ്ടു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് സൂര്യൻ, കുജൻ, ശനി എന്നിവർ അനിഷ്ടഫലങ്ങളെ നൽകുമ്പോൾ ശുക്രൻ, വ്യാഴം എന്നിവർ ഏറ്റവും അനുകൂലരായി നിന്നുകൊണ്ട് ഇഷ്ടഫലങ്ങളെ നൽകുന്നു. ബുധൻ മാസത്തിൻ്റെ പകുതിയോടുകൂടി ഗുണപ്രദൻ ആകുന്നു. വ്യാഴം, ശുക്രൻ എന്നിവർ ഏറ്റവും അനുകൂലർ ആകുന്നു എന്നതിനാൽ ഇവർക്ക് ഈ മാസം ഗുണാധിക്യം ഉള്ള ഒരു മാസമായി മാറുന്നു. 5-മതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 6-ാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു. ശത്രുസ്ഥാനം, രോഗസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വളരെയധികം ഗുണങ്ങളെ നൽകും. ഊർജം, ഉന്മേഷം, ആത്മവിശ്വാസം, ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ശത്രുക്കളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മബലം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം എന്നിവയെ എല്ലാം 6-ൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ നൽകുന്നതാണ്. സൂര്യൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലമല്ല. അത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ, കുടുംബത്തിലൊരു സുഖക്കുറവ്, ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സ്വാരസ്യങ്ങൾ, അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക. സർവാഭീഷ്ടസ്ഥാനം, ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ 11-ാം ഭാവത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ നൽകും. സാമ്പത്തികമായ പുരോഗതി, ധനാഗമം, അഭീഷ്ടസിദ്ധി എന്നിവ ഫലത്തിൽ വരും. ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി, സ്ഥാനമാനങ്ങൾ, അംഗീകാരം, സംതൃപ്തി എന്നിവ ലഭിക്കും. ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസം,
പഠനം, ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം, തിളക്കമാർന്ന വിജയം എന്നിവ കൈവരിക്കും. വാഹനലാഭം, ഭൂമിലാഭം, ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന നേട്ടങ്ങൾ ആകുന്നു. ഭൂമി ക്രയവിക്രയങ്ങൾ, ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത്. കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം, സമാധാനം, ക്ഷേമം, ഐക്യം എന്നിവ ഉണ്ടാകും. ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നതാണ്. 10-ാം തീയതി വരെയും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കാര്യവിജയം, ഊർജ്ജസ്വലത, ശത്രുനാശം, രോഗമുക്തി, കടങ്ങളിൽ നിന്നും അറുതി എന്നിവയെ എല്ലാം നൽകും. എന്നാൽ തുടർന്ന് 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, അഭിപ്രായ ഭിന്നതകൾ, ദമ്പതികൾ തമ്മിൽ മാനസികമായി ഒരു അകൽച്ച, അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് വഴിതെളിക്കാം. കൂടാതെ ബുധൻ 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചതി, വഞ്ചന എന്നിവയിലകപ്പെട്ട് ധനം നഷ്ടപ്പെട്ടു പോകാനും സാധ്യത കാണുന്നു. വ്യാഴം നിലവിൽ ചിങ്ങക്കൂറുകാരുടെ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കർമ്മഭാവം ആയ 10-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കർമ്മരംഗത്ത് പ്രതിസന്ധികൾ, വീഴ്ചകൾ, വെല്ലുവിളികൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക. ആയുസ്, ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നുവെന്ന് അറിയുക. 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും. രോഗമുക്തി, ശത്രുനാശം, മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെ എല്ലാം നൽകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും. ദാമ്പത്യ സുഖം, കുടുംബസൗഖ്യം, ക്ഷേമം, ഐശ്വര്യം എന്നിവയെല്ലാം ശുക്രൻ 8-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. ശനി ഇവർക്ക് ഇപ്പോൾ കേന്ദ്രഭാവമായ 7-ാം ഭാവത്തിലൂടെ പ്രതികൂലമായി സഞ്ചരിക്കുന്നു. അത് കുടുംബ ബന്ധങ്ങളിലും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ, അതേ തുടർന്ന് അകൽച്ച, വിരഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശാധിപനായ സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ബുധനും ആദ്യ പകുതി ശുഭകരമായി ഭവിക്കുന്നു, തുടർന്ന് അനിഷ്ടനാകുന്നു. ചൊവ്വ ഏറെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഇവർക്ക് നൽകുന്നു. ഉച്ചനായ ശുക്രനും ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ്. കർമാധിപനായ ശുക്രൻ ഇവർക്ക് കർമ്മരംഗത്തും വളരെയധികം പുരോഗതിയും കർമ്മപുഷ്ടിയും നൽകുന്നു. ഭാഗ്യാധിപനായ ചൊവ്വയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് എന്നതിനാൽ ഈശ്വര കടാക്ഷം ഇവർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വ്യാഴവും ശനിയും പ്രതികൂലർ ആയാലും ഇവർക്ക് ഈ മാസം ഏറെ അനുകൂലമായി ഭവിക്കുന്നതാണ്. അതിൽ തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ ശോഭനം ആകുകയും ചെയ്യും. 6-ാമതായി കന്നിക്കൂർ. ഉത്രമുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവവും 6 എന്നത് ഇഷ്ടഭാവവും ആയതിനാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക. സന്താനങ്ങൾ, വിദ്യാഭ്യാസം, ബുദ്ധിശക്തി, ഓർമ്മശക്തി എന്നിവയെ എല്ലാം കുറിക്കുന്ന 5-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ, പഠനത്തിൽ ഒരു അലസത എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. കൂടാതെ ശത്രുപീഡയും സൂര്യൻ 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. എന്നാൽ 13-ാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. ശത്രുനാശം, രോഗങ്ങളിൽ നിന്നും മുക്തി, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ, ഊർജ്ജസ്വലത, ആത്മബലം, നേതൃപാടവം എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ കൂറുകാരുടെ രാശാധിപനായ ബുധനും ഈ കൂറുകാരുടെ 5, 6 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ലൂടെ സഞ്ചരിക്കുന്ന ബുധൻ സന്താനക്ലേശം, വിദ്യാതടസ്സം, അലസത, പരാജയം, ആശയവിനിമയത്തിൽ അപാകതകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ 5-ാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ ബുധൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പങ്ങൾ, ആകുലത, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വന്ന് ഭവിക്കാം. എന്നാൽ 11-ാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ഈ ദോഷങ്ങളെയെല്ലാം നീക്കി അനുകൂലമായ ഫലങ്ങളെ നൽകുവാനും തുടങ്ങും. 6-ലെ ബുധൻ ശാരീരിക മാനസിക സൗഖ്യങ്ങൾ, വിദ്യാപുരോഗതി, സന്താനക്ഷേമം, ഊർജ്ജസ്വലത, ഉന്മേഷം എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ഏത് വിഷമഘട്ടങ്ങളെയും ഇവർ ആത്മബലത്തോടെ നേരിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിലാണ് ചൊവ്വ ഈ മാസം സഞ്ചരിക്കുക. 10-ാം ഭാവം എന്നത് കർമ്മഭാവമെന്ന് അറിയപ്പെടുന്നു. ഔദ്യോഗിക മേഖല, ബിസിനസ് എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത്. 10-ലെ ചൊവ്വ ഗുണദോഷഫലങ്ങളെ സമ്മിശ്രമായി നൽകുന്നതാണ്. കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ രൂപപ്പെടാം. എന്നാൽ അവയെല്ലാം കഠിനമായ നിശ്ചയദാർഢ്യത്തോടുകൂടി നേരിട്ട് വിജയം കൈവരിക്കുകയും ചെയ്യും. വെല്ലുവിളികളെ പോരാട്ട വീര്യത്താൽ നേരിടുന്നതാണ്. ബിസിനസ് രംഗത്തും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും. അലച്ചിലും അമിതമായ അധ്വാനവും ശാരീരികമായ
മാനസികവുമായ ക്ലേശങ്ങളെ നൽകാമെന്നതിനാൽ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം. വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 9-ാം ഭാവം ഭാഗ്യം, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നു. ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ കാലത്ത് അനുഭവപ്പെടുന്നു. കാര്യവിജയം, ശാരീരിക മാനസിക സൗഖ്യങ്ങൾ എന്നിവയും വ്യാഴം ഈ 9-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. പൊതുവെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ, അവിശ്വാസം, തർക്കങ്ങൾ, വിരഹം എന്നിവയെ എല്ലാം നൽകാറുണ്ട്. എന്നാൽ ഉച്ചനായ ശുക്രൻ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അത് യോഗബലങ്ങളെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ദോഷം നീങ്ങുകയും തൽഫലമായി സാമ്പത്തികമായി ഉയർച്ച, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളർച്ച, ലാഭം, ജീവിത പങ്കാളിയുമായി ഏറെ നല്ല ബന്ധം, ജീവിത പങ്കാളിക്ക് ഭാഗ്യങ്ങൾ, അതുമൂലം ധനാഗമം എന്നിവയെ എല്ലാം നൽകുന്നു. കുടുംബത്തിൽ വിവാഹാലോചനകൾ, വിവാഹം തുടങ്ങിയ ശുഭകരമായ കർമ്മങ്ങളും ഈ സമയത്ത് നടക്കുന്നതാണ്. ഗ്രഹങ്ങളിൽ പ്രബലനായ ശനി ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. രോഗം, ശത്രുക്കൾ, കടങ്ങൾ, അലച്ചിൽ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നതിനാൽ ഈ 6-ാം ഭാവം അറിയപ്പെടുന്നത് അനിഷ്ടഭാവം എന്നാണ്. എന്നാൽ ഈ അനിഷ്ടഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ ഈ അനിഷ്ടതകളെ എല്ലാം ശനി നിശേഷം നീക്കി ഇഷ്ടബലദായകനായി മാറുന്നു. തൽഫലമായി രോഗശാന്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മുക്തി, സാമ്പത്തികമായ അഭിവൃദ്ധി, കാര്യവിജയം, ഉണർവ്, ഓജസ് എന്നിവയെല്ലാം ശനി നൽകുന്നു. കന്നിക്കൂറുകാർക്ക് ശുക്രൻ, വ്യാഴം, ശനി എന്നിവർ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഏറെ ഗുണദാതാക്കളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ഇവരെ ബാധിക്കുകയില്ല. മാത്രമല്ല ആദ്യ 10 ദിനങ്ങൾ കഴിഞ്ഞാൽ രാശ്യാധിപനായ ബുധനും അനുകൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകും. മാസത്തിൻ്റെ മറുപകുതി സൂര്യനും പ്രബലൻ ആകുന്നു. അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ മാസം വളരെ നല്ല ഒരു മാസമായി ഭവിക്കുന്നു. 7-ാമതായി തുലാക്കൂർ. ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സൂര്യൻ സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകും സൂര്യൻ ഈ മാസം ഈ കൂറുകാർക്ക് നൽകുക. 4-ാം ഭാവം എന്നത് കുടുംബത്തെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ്, മനസ്സമാധാനക്കുറവ്, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, മാനഹാനി എന്നിവയെ എല്ലാം നൽകാം. തുടർന്ന് സന്താനഭാവമായ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ, വിദ്യാതടസ്സം, ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുശല്യം എന്നിവയെയും സൃഷ്ടിക്കാം. സാമ്പത്തികമായും ചില പ്രതിസന്ധികൾ വന്നു ഭവിക്കുവാൻ സാധ്യത ഉണ്ട്. അടുത്തതായി ഈ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. പൊതുവെ 6-ാം ഭാവത്തിലെ ശുക്രൻ്റെ സഞ്ചാരം ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നീ ദോഷകരമായ അനുഭവങ്ങളെയാണ് നൽകുക. എന്നാൽ ഉച്ചനായ ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നുവെന്നത് വിപരീതമായ അനുഭവങ്ങളെ നൽകുന്നു. തൽഫലമായി ഈ കൂറുകാർക്ക് മത്സരവീര്യം, ഊർജ്ജസ്വലത, പോരാട്ടവീര്യം എന്നിവയെ ശുക്രൻ നൽകും. മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടും. രോഗമുക്തി, കടങ്ങളിൽ നിന്നും മോചനം എന്നിവയ്ക്കുള്ള മാർഗ്ഗങ്ങൾ അപ്രതീക്ഷിതമായി വന്ന് ചേരും. ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. ശത്രുനാശം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ജനസമ്മിതി എന്നിവയും ശുക്രൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു. ചൊവ്വ ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു. എന്നാൽ ചൊവ്വ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് ദോഷത്തെ നൽകും. തൽഫലമായി നിർഭാഗ്യം പിടികൂടും. പെട്ടെന്ന് നടക്കേണ്ട കാര്യങ്ങൾ പോലും നടന്നു കിട്ടുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വരിക, കാര്യതടസ്സം, കാര്യപരാജയം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. കൂടാതെ മാനസികമായും ശാരീരികമായും ക്ലേശങ്ങൾ വരാം. കുടുംബത്തിലും സൗഖ്യം കുറയാം. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് നന്നേ കുറയുന്നു. അതിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും നേരിട്ടേക്കാം. ബുധൻ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. മാതാവ്, മനസുഖം, കുടുംബം, ബന്ധുഗുണം, വാഹനം എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ 4-ാം ഭാവം. 4-ാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ 4-ൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകുകയും ചെയ്യുന്നു. കുടുംബത്തിൽ ക്ഷേമം, സൗഖ്യം, മാതാവിന് സൗഖ്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ, ഐക്യം എന്നിവയെല്ലാം ദൃഢമാകും. എന്നാൽ തുടർന്ന്
അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. പ്രത്യേകിച്ചും സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വരിക, വിദ്യാപുരോഗതിക്ക് തടസ്സം, പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ എന്നെല്ലാം അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ദോഷഫലങ്ങൾ ആണ്. ഭാഗ്യത്തിനും ഒരു പിഴവ് ഈ സമയത്ത് അനുഭവപ്പെടാം. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അഷ്ടമവ്യാഴം പ്രധാനമായും ശാരീരിക വൈഷമ്യങ്ങൾ, രോഗം, അനാരോഗ്യം, അതുമൂലമുള്ള ചിലവുകൾ, കർമ്മവിഘ്നം, മാനസികമായ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക. സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാതടസ്സം, അനാരോഗ്യം എന്നിവ അഞ്ചിലെ ശനി സൃഷ്ടിക്കാം. എന്നാൽ കുടുംബദേവതകൾ, പിതൃക്കൾ എന്നിവരെ സ്മരിക്കുകയും പ്രീതിപ്പെടുത്തുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് ശനിദോഷങ്ങളെ അകറ്റി ഗുണഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ തുലാക്കൂറുകാർക്ക് രാശ്യാധിപനായ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ശനിയും ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നു. എന്നാൽ വ്യാഴവും ചൊവ്വയും പ്രതികൂലരായും ഭവിക്കുന്നു. സൂര്യനും ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകുന്നു. ബുധൻ ആദ്യ 10 ദിനങ്ങൾക്ക് ശേഷം പ്രതികൂലനായി മാറുന്നു. അധികം ഗ്രഹങ്ങളും പ്രതികൂലമായി സഞ്ചരിക്കയാൽ തുലാക്കൂറുകാർക്ക് ഈ മാസം ദോഷങ്ങൾ അധികരിച്ചു നിൽക്കുന്ന ഒരു മാസമാകുമെന്ന് തെളിയുന്നു. എട്ടാമതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 3 എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവവും 4 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവവും ആകുന്നു. 3 സഞ്ചരിക്കുമ്പോൾ സൂര്യൻ വളരെയേറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു. ഉന്മേഷം, ഓജസ്, ശത്രുനാശം, കാര്യവിജയം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, നായകത്വം, അംഗീകാരം, സ്ഥാനലാഭം, ധനലാഭം എന്നിവയെ എല്ലാം 3 സൂര്യൻ നൽകും. എന്നാൽ തുടർന്ന് സൂര്യൻ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് പൊതുവെ നൽകുക. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം, കുടുംബബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. കാര്യവിഘ്നം, കാര്യപരാജയം, കുടുംബത്തിൽ ഒരു സുഖക്കുറവ്, ശാരീരികമായ അസ്വസ്ഥതകൾ എന്നിവയെല്ലാം സൂര്യൻ അനിഷ്ടഭാവമായ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അനിഷ്ടമായ ഫലങ്ങൾ ആകുന്നു. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. അഷ്ടമഭാവം ചൊവ്വയുടെ ഏറെ അനിഷ്ടമായ ഒരു ഭാവം ആണ്. 8-ാം ഭാവം അറിയപ്പെടുന്നത് ആയുർഭാവം എന്നാണ്. 8-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ രോഗം, അപകടം, മനോദുരിതങ്ങൾ, പലവിധത്തിലുള്ള വിഘ്നങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ കൂറുകാർ ആരോഗ്യപരമായി നല്ല ഒരു കരുതലും ശ്രദ്ധയും പുലർത്തണം. അസമയത്തുള്ള വാഹനയാത്രകൾ, സാഹസിക യാത്രകൾ എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം. കൂടാതെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സം, പരാജയം എന്നിവയും ഈ സമയത്ത് നേരിടാവുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ, വിരോധം എന്നിവ രൂപപ്പെടാം. കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളും അതേ തുടർന്നുള്ള മാനസികമായ സംഘർഷങ്ങളും ഉടലെടുക്കാം. ബുധൻ ഈ കൂറുകാരുടെ 3, 4 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കുന്നു. 3-ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി സ്വാരസ്യങ്ങൾ, തർക്കം, ശത്രുഭയം എന്നിവയെ എല്ലാം ഉണ്ടാക്കുന്നു. മാനസികമായ സംഘർഷങ്ങൾ, ശത്രുശല്യം എന്നിവയും അലട്ടാം. എന്നാൽ ഫെബ്രുവരി 11-ാം തീയതി മുതൽ ബുധൻ ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് കുടുംബത്തിൽ ക്ഷേമം, സന്തോഷം, ഐക്യം, സ്നേഹം, ശാരീരിക മാനസിക സുഖങ്ങൾ എന്നിവയെ എല്ലാം നൽകുന്നു. സർവീശ്വരകാരകനായ വ്യാഴം ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്ന 7-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ്. ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും. ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യം, സ്നേഹം എന്നിവ ഉടലെടുക്കും. സർവകാര്യ വിജയം, ധനലാഭം, അഭീഷ്ടസിദ്ധി, സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയും ഉണ്ടാകും. 7-ാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ് മേഖലയിലും ഏറെ പുരോഗതി ഈ സമയത്ത് കൈവരിക്കും. ശുക്രൻ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കുന്നതാണ്. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യ, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, വികാര വിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഈ 5-ാം ഭാവത്തെ കൊണ്ട് തന്നെയാണ്. ശുക്രൻ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവ ഉണ്ടാകുന്നു. 5-ാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം, സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി, ആരോഗ്യം, കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം, നേട്ടം, അംഗീകാരം എന്നിവയെല്ലാം ഉണ്ടാകും. 5-ാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം, സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത്. പൂർവ്വപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം, ഈശ്വരകടാക്ഷം എന്നിവ സകല പ്രവൃത്തികളിലും ഉണ്ടാകുകയും ചെയ്യും.
ഈ കൂറുകാർക്ക് ശനി പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 4-ാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. അതായത് കണ്ടകശനി. കുടുംബത്തിലും മാതാവിനും ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവ 4-ലെ ശനി സൃഷ്ടിക്കാം. എന്നാൽ 7-ാം ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം മൂലം ശനിദോഷങ്ങൾ ഇവരെ കാര്യമായി അലട്ടില്ല. അപ്പോൾ വൃശ്ചിക കൂറുകാർക്ക് 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴം ഏറ്റവും അനുകൂലൻ ആകയാൽ സന്താനങ്ങൾക്ക് ക്ഷേമം, ധനലാഭം എന്നിവയെ നൽകുന്നു. കളത്ര ഭാവാധിപനായ ശുക്രൻ ഇഷ്ടഭാവത്തിൽ ആകയാൽ കുടുംബസുഖവും ദാമ്പത്യസുഖവും നൽകുന്നു. കൂടാതെ സൂര്യബുധന്മാർ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുന്നു. രാശ്യാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കയാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എങ്കിലും ഗ്രഹങ്ങളുടെ അധികവും ആനുകൂല്യം നിമിത്തം ഈ കൂറുകാർക്ക് ഫെബ്രുവരി മാസം ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നതാണ്. 9-ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാലനീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2 എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ 3 എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സൂര്യൻ ധനത്തിന് നാശം, നഷ്ടങ്ങൾ എന്നിവയെ വരുത്തുന്നു. 2-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ ധനത്തിന് ക്ഷയം, നാശം, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയ്ക്കെല്ലാം കാരണമാകാം. എന്നാൽ തുടർന്ന് ഇഷ്ടഭാവമായ 3-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഊർജം, വീര്യം, ആത്മവിശ്വാസം, ധനപുഷ്ടി, ആരോഗ്യം, ധനാഗമം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, ശാരീരികവും മാനസികവുമായ സുഖങ്ങൾ എന്നിവയെ എല്ലാം നൽകുകയും ചെയ്യും. ധനുക്കൂറുകാരുടെ രാശിയാധിപനായ ഗുരു നിലവിൽ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്ന 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് കടം, ശത്രുക്കൾ, രോഗം, അരിഷ്ടതകൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. വ്യാഴം ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കാം. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും ശത്രുക്കൾ മനസ്സമാധാനം എടുത്തുകയും ചെയ്യാം. ചൊവ്വ ഈ കൂറുകാരുടെ 7-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 7-ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രണയം, വിവാഹം, ദാമ്പത്യബന്ധം എന്നിവയെ എല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. 7-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ, ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ, കലഹങ്ങൾ, അസ്വാരസ്യങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. കൂടാതെ ഉദരവ്യാധികൾ, മറ്റ് രോഗാരിഷ്ടതകൾ എന്നിവയെയും സൃഷ്ടിക്കാം. കൂടാതെ 7-ാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, കൂട്ടായ പ്രവർത്തനങ്ങൾ, സംരംഭങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു. ബിസിനസ്സിലും ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം. ബന്ധം വഷളാകാം. ബുധൻ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിലൂടെയാകും ഈ മാസം സഞ്ചരിക്കുക. 2 എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുമ്പോൾ 3 എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു. 2-ാം ഭാവം എന്നത് ധനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. 2-ലൂടെയുള്ള ബുധൻ്റെ സഞ്ചാരം അനുകൂലമായതും ഗുണപരവുമായ അനുഭവങ്ങളെ നൽകുന്നു. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം 2-ാം ഭാവത്തിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്നതാണ്. കൂടാതെ വാക്സ്ഥാനമായ 2-ലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം, വാക്ചാരുത, നല്ല ആശയവിനിമയം എന്നിവയെയും നൽകുന്നു. 3-ാം ഭാവം എന്നത് സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ധൈര്യം, ഉത്സാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 11-ാം തീയതി മുതൽ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി സ്വാരസ്യങ്ങൾ, തർക്കം, ശത്രുഭയം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം. ശുക്രൻ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് മാതൃഭാവം, കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശുക്രൻ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, സന്തോഷം എന്നിവയെല്ലാം രൂപപ്പെടും. ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയത്ത് നല്ല ബന്ധം സ്ഥാപിക്കും. കൂടാതെ 4-ാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതയും ഈ സമയത്ത് ഏറെയാണ്. ശനി നിലവിൽ തൻ്റെ ഇഷ്ടസ്ഥാനമായ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. തൽഫലമായി ഇവർക്ക് സർവകാര്യ വിജയം, ശത്രുനാശം, ആത്മവിശ്വാസം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള മനോബലം എന്നിവയും ഉണ്ടാകും. അപ്പോൾ ധനുക്കൂറുകാർക്ക് ചൊവ്വയും രാശ്യാധിപനായ വ്യാഴവും ദോഷഫലങ്ങളെ ഈ മാസം നൽകുന്നു. എന്നാൽ ശുക്രനും ശനിയും ഗുണഫലങ്ങളെയും നൽകുന്നു. ബുധസൂര്യന്മാർ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയും നൽകുന്നു. വ്യാഴം 6-ൽ നിന്നുകൊണ്ട് നൽകുന്ന ദോഷഫലങ്ങളെ 3-ലെ ശനി ഒട്ടൊക്കെ തടയുന്നു. 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്നതിനാൽ പ്രണയ വിവാഹ ബന്ധങ്ങളിലും കൂട്ടായ സംരംഭങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപ്പോൾ ധനുക്കൂറുകാർക്കും ഈ മാസം സംതൃപ്തികരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ്. 10-ാമതായി മകരക്കൂർ. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ ജന്മത്തിലും 2-ലുമായി ഈ മാസം സഞ്ചരിക്കും. സൂര്യന് ഈ 2 ഭാവങ്ങളും അനിഷ്ടഭാവം ആകയാൽ ഇവർക്ക് സൂര്യൻ ഈ മാസം അനുകൂലൻ അല്ല എന്ന് അറിയുക.
ജന്മത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ശരീരത്തിനാണ് വൈഷമ്യങ്ങൾ നൽകുക. അതായത് അനാരോഗ്യം, ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, അലച്ചിലുകൾ, കഠിനമായ പരിശ്രമം, അതുമൂലമുള്ള ക്ഷീണം എന്നിവയെല്ലാം ജന്മത്തിലെ സൂര്യൻ നൽകാം. തുടർന്ന് ധനഭാവമായ 2-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ധനത്തിന് നാശം വരുത്തും. സാമ്പത്തികമായ പ്രതിസന്ധികൾ, പാഴ്ചെലവുകൾ, അലച്ചിലുകൾ എന്നിവയും 2-ലെ സൂര്യൻ സൃഷ്ടിക്കാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് 7.5 ശനി ദോഷത്തെ നൽകുന്നു. 2-ൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, ധനനഷ്ടം, പാഴ്ചെലവുകൾ എന്നിവയെ ഉണ്ടാക്കാം. എന്നാൽ 2 മാസങ്ങൾക്കുള്ളിൽ ഇവരുടെ 7.5 ശനി ദുരിതങ്ങൾ മാറുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ആശ്വാസം ലഭിച്ച് തുടങ്ങുന്ന കാലവും ആണ് ഇത്. ചൊവ്വ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കും. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗം, കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കുന്നു. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുന്നു. ശത്രുക്കൾ ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആത്മബലം, ഊർജ്ജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറാനുള്ള ഊർജ്ജം പകരുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും. കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്ന് കിട്ടും. ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത, സന്തോഷം, സമാധാനം എന്നിവ ഇക്കാലത്ത് കൈവരും. ബുധൻ ഈ കൂറുകാരുടെ ജന്മം 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂലനാണ്. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെല്ലാം ജന്മത്തിലെ ബുധൻ നൽകുന്ന ദോഷഫലങ്ങൾ ആണ്. എന്നാൽ 11-ാം തീയതി മുതൽ 2-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് അഭീഷ്ടമായ ഫലങ്ങളെയും നൽകുന്നു. 2-ാം ഭാവം എന്നത് ധനം, വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. 2-ാം ഭാവത്തിലൂടെയുള്ള ബുധൻ്റെ സഞ്ചാരം അനുകൂലമായതും ഗുണപരവും ആയ അനുഭവങ്ങളെ നൽകുന്നു. മനസ്സുഖം, സമാധാനം, ധനാഗമം, സാമ്പത്തികമായ പുരോഗതി എന്നിവയെ എല്ലാം 2-ലെ ബുധൻ സമ്മാനിക്കും. മകരക്കൂറുകാരുടെ 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും. 5-ാം ഭാവം എന്നത് പൂർവ്വപുണ്യം, സന്താനം, ബുദ്ധി, പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്നതിനാൽ 5-ൽ സഞ്ചരിക്കുന്ന വ്യാഴം പുത്രസുഖം, സന്താനങ്ങൾക്ക് ക്ഷേമം, ഐശ്വര്യം, കാര്യവിജയം, ഗൃഹലാഭം എന്നിവയെല്ലാം നൽകുന്നതാണ്. ശുക്രൻ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കും. സഹോദരഭാവം, പരാക്രമഭാവം, ശൗര്യഭാവം എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകും. സഹോദര ഗുണം, ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം, സമൂഹത്തിൽ നല്ല പേര്, ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണഫലങ്ങളാണ്. കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം, ശൗര്യം എന്നിവയെയും നൽകും. അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരുന്നതാണ്. തൽഫലമായി ഒരിക്കലും വിജയത്തിലെത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിൽ എത്തിക്കും. ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ, ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും. നേതൃഗുണം, പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ മകരക്കൂറുകാർക്ക് വ്യാഴം, ചൊവ്വ, ശുക്രൻ എന്നീ പ്രബലരായ 3 ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു. ചൊവ്വ കുടുംബത്തിൽ ക്ഷേമം, സുഖം, സന്തോഷം എന്നിവയെ നൽകുന്നു. 11-ാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ ധനപരമായും പുരോഗതിയെ പറയണം. 5-ഉം 10-ഉം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രൻ സന്താനങ്ങൾക്ക് ക്ഷേമവും, അഭിവൃദ്ധി, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ, കർമ്മപുഷ്ടി എന്നിവയെയും നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഫെബ്രുവരി മാസം നല്ല ഒരു മാസമായി ഭവിക്കുന്നതാണ്. 11-ാമതായി കുംഭക്കൂർ. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും സൂര്യന് അനിഷ്ടഭാവങ്ങൾ ആകയാൽ പൊതുവെ സൂര്യൻ ഈ കൂറുകാർക്ക് ദോഷപ്രദൻ ആകും. സൂര്യൻ അനിഷ്ടഭാവമായ 12-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചെലവുകൾ, ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, അതുമൂലമുള്ള ധനച്ചെലവുകൾ എന്നിവയ്ക്ക് വഴിവെക്കും. തുടർന്ന് 13-ാം തീയതി മുതൽ ബുധൻ ജന്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും നൽകാം. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം, അതായത് 7.5 ശനിയാണ് ഇപ്പോൾ നടക്കുന്നത്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ, ശാരീരികമായ ക്ലേശങ്ങൾ, അകാരണമായ ഭയം, പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം.
ചൊവ്വ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 5-ാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം. കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം, പഠനത്തിൽ ഏകാഗ്രത ഇല്ലായ്മ, അലസത എന്നിവയെയും സൃഷ്ടിക്കാം. മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം. 5-ാം ഭാവം എന്നത് ബുദ്ധി, ഓർമ്മ എന്നിവയെയും കുറിക്കുന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, വീഴ്ച, പരാജയം, ആശയക്കുഴപ്പം എന്നിവയിലേക്ക് എല്ലാം വഴിവെക്കാം. മാത്രമല്ല ഒരു അലസത, ഏകാഗ്രതക്കുറവ് എന്നിവയും വന്ന് ഭവിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 12, 1 എന്നീ ഭാവങ്ങളിലൂടെ ഈ മാസം സഞ്ചരിക്കും. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം ആകുന്നു. 12-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ വന്ന് ഭവിക്കാം. അനാരോഗ്യം, മാനസികമായും ശാരീരികമായുമുള്ള വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത കാണുന്നു. കൂടാതെ ദൂരയാത്ര, അലച്ചിൽ, ധനനാശം, ദ്രവ്യനാശം എന്നിവയും ബുധൻ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ്. തുടർന്ന് 11-ാം തീയതി മുതൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ധനനഷ്ടം എന്നിവയെ എല്ലാം ജന്മത്തിലെ ബുധൻ നൽകാം. വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് മാതാവ്, കുടുംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. വ്യാഴം 4-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, രോഗം, ദുരിതങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാറുണ്ട്. ശുക്രൻ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഉച്ചനായി സഞ്ചരിക്കുക. 2-ാം ഭാവമെന്ന് അറിയപ്പെടുന്നത് ധനസ്ഥാനമെന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ എല്ലാം പ്രദാനം ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല, വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകും. ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾ സൗമ്യം ആകും. കല, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിലുള്ളവർക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത്. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ശുക്രൻ ഒഴിച്ച് മറ്റു ഗ്രഹങ്ങൾ എല്ലാം തന്നെ അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഈ മാസം പൊതുവെ ദോഷങ്ങൾ ഏറിയിരിക്കുന്ന ഒരു മാസമാകുമെന്ന് തെളിയുന്നു. അവസാനമായി മീനക്കൂർ. പൂരൊരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. സൂര്യൻ ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. വരവിൻ്റെ ഭാവം, സർവാഭീഷ്ടസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകും. ധനപരമായ ഉയർച്ച, അപ്രതീക്ഷിതമായ ധനാഗമം, സർവകാര്യ വിജയം, സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഈ സമയത്ത് അനുഭവത്തിൽ വരാം. എന്നാൽ 13-ാം തീയതി മുതൽ ചെലവിൻ്റെ ഭാവമായ 12-ൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യം കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ, അലച്ചിൽ, തടസ്സങ്ങൾ, കാര്യപരാജയം, ധനനാശം, ദുരിതങ്ങൾ എന്നിവയെല്ലാം വന്നു ഭവിക്കാം. മീനക്കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ 3-ലാണ് സഞ്ചരിക്കുന്നത്. അത് നിലവിൽ ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു. കാലതാമസം, കർമ്മവിഘ്നം, പരാജയം, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, ശത്രുശല്യം, കലഹം എന്നിവയെല്ലാം വ്യാഴം നൽകാം. ചൊവ്വ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 4-ാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാവത്തെ കൊണ്ട് പ്രധാനമായും കുടുംബം, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം, കുടുംബാംഗങ്ങളുടെ ആരോഗ്യം, വാഹനം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നു. ചൊവ്വ 4-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം ചൊവ്വ ഉണ്ടാക്കാം. 4-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെയും സൃഷ്ടിക്കാം. കൂടാതെ കുടുംബത്തിലൊരു ഐക്യമില്ലായ്മ, അസ്വാരസ്യങ്ങൾ, വാക്തർക്കം, അഭിപ്രായ ഭിന്നതകൾ എന്നിവയെല്ലാം ചൊവ്വ നൽകാവുന്ന ദോഷഫലങ്ങളാണ്. കൂടാതെ ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി നല്ലവണ്ണം ചിന്തിക്കേണ്ടതുണ്ട്. ധനപരമായും നല്ല കണിശതയും കൃത്യതയും പാലിച്ചില്ലെങ്കിൽ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് നയിക്കാം. ബുധൻ ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ സർവകാര്യ വിജയം, അഭീഷ്ടസിദ്ധി, മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ്, ഓജസ് എന്നിവയെ നൽകുന്നു. ഇവർ തുടങ്ങി വയ്ക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കാണുകയും ചെയ്യുന്നു. കൂടാതെ ഭാഗ്യവർദ്ധനവ്, ഈശ്വരകടാക്ഷം, ഗുരുത്വം എന്നിവയും ബുധൻ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. എന്നാൽ 11-ാം തീയതി മുതൽ ബുധൻ 12-ലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ദോഷഫലങ്ങളെ നൽകുന്നു. 12-ാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം ആകയാൽ 12-ൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചിലവുകൾ വന്നു ഭവിക്കാം. അനാരോഗ്യം, മാനസികമായും ശാരീരികവും ആയ വൈഷമ്യങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത ഏറെയാണ്.
ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സൗഖ്യം, മാനസികമായ സുഖം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ഉണ്ടാകും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി വന്നു ഭവിക്കും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്ന് കിട്ടും. വസ്തുലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. ധനനിക്ഷേപങ്ങൾക്കും ഭൂമി ക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത്. ശനി ഈ കൂറുകാരുടെ 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കിയാൽ 7.5 ശനിയുടെ 1ാം ഘട്ടത്തിലൂടെ ഈ കൂറുകാർ കടന്നു പോകുന്നു. അത് ഈ കൂറുകാർക്ക് ദോഷങ്ങളെ, പ്രധാനമായും ചെലവുകൾ, അലച്ചിലുകൾ എന്നിവയെ സൃഷ്ടിക്കാം. അപ്പോൾ മീനക്കൂറുകാർക്ക് ശുക്രൻ ഏറ്റവും അനുകൂലനായി ജന്മത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഈ കൂറുകാരുടെ അഷ്ടമാധിപനും ആകയാൽ ശാരീരികവും മാനസികവുമായ സുഖങ്ങളെ പ്രദാനം ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി എന്നിവർ പ്രതികൂലരായി ഭവിക്കുന്നു. സൂര്യൻ, ബുധൻ എന്നിവർ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശുഭകരമായി ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ അനുകൂലവും എന്നാൽ മറുപകുതി പൊതുവെ ദുഷ്കരവും ആയിരിക്കും. അപ്പോൾ ഫെബ്രുവരി മാസം ഏറ്റവും ഗുണപരമായി ഭവിക്കുന്നത് മേടം, കന്നി എന്നീ 2 കൂറുകാർക്കാണ്. ഈ 2 രാശിക്കാർക്ക് പുറകെ ചിങ്ങം, വൃശ്ചികം, ധനു, മകരം എന്നീ 4 കൂറുകാർക്കും അതിലെ നക്ഷത്രക്കാർക്കും ഈ മാസം ശോഭനമായ ഒരു മാസമായി മാറും. എന്നാൽ മറ്റ് 6 കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഈ വിശകലനം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.